ഇതിൻ്റെ മതിൻ്റെ ഉള്ളിൽ കൂടി പുറത്തേക്ക് പോകും. ഇത് നാട്ടുകാർക്ക് നിങ്ങൾ കണ്ടായിരുന്നോ അവിടെ കുളത്തിൽ സംഭവം? നിങ്ങളുടെ വീട്ടിലാണ് ഇവരുടെ സംഭവങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുമോ? അല്ലേ, നിങ്ങളുടെ വെള്ളം ഒഴുകി പോയിട്ട് അവിടെ കുളത്തിൽ ഉണ്ടായിട്ടാണ്. എത്ര അടി പൊക്കമുണ്ടെന്ന് അറിയാൻ വേണ്ടി? എത്ര അടി പൊക്കൊണ്ട് കാണിക്കുന്നത്? 10-30 അടി പൊക്കത്തിലാണ് ഈ സാധനം. നിങ്ങളെ ഒരു സോപ്പ് വെള്ളം ഈ തോട്ടിലേക്ക് ഒഴുക്കിയിട്ട് അല്ലേ നിങ്ങളെ സംഭവിച്ചല്ലോ. അതല്ലോ വിളിച്ചേ ഇവിടെ കാണിച്ചേ. ഇതിവിടെ നിങ്ങൾ ബാക്കി സംഭവങ്ങളൊക്കെ ഇവനെ നിങ്ങളുടെ വെള്ളം ഇതിൽ പുറത്തേക്ക് പോകണം എങ്ങനെയാ? അപ്പൊ നിങ്ങളുടെ ഈ കഴിഞ്ഞ ഈ സാധനങ്ങളെല്ലാം ഈ തോട്ടിലേക്ക് ഇതിലെ പോവാണ്. പേരെന്തായിരുന്നു? അതിലെ ഞാൻ കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ബാക്കിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കുളത്തിലേക്ക് വെള്ളം വന്ന് വീണെടുത്ത് ഇങ്ങനെ സോപ്പിൻ്റെ പതം ഇങ്ങനെ പതഞ്ഞ് ഒരു 30 അടി ഹൈറ്റിൽ പതഞ്ഞ് പൊങ്ങി. അതായത് അത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ മെമ്പർക്ക് വിളിച്ച് പറഞ്ഞു, വാർഡ് മെമ്പർക്ക്. അത് വാർഡ് മെമ്പറും വന്നു, ഹെൽത്തിൽ നിന്ന് ആൾക്കാരൊക്കെ വന്ന് അവിടെ വന്ന് കണ്ടിട്ട് പോയി. അപ്പോൾ ഞങ്ങൾക്കിവിടെ വീട്ടിലുള്ളവർക്ക് ഈ ചുമയും തുമ്മലും എന്തെല്ലാം അലർജിയൊക്കെ ഉണ്ട് ഇപ്പം. അപ്പം തൊട്ടടുത്ത് തന്നെ കിണർ, ഈ വെള്ളം വന്ന് വീണേൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ ഈ ഇതിലേക്ക് ഉറവ് വരുന്നുണ്ടാവും. അപ്പം ഇനിയിപ്പോൾ ആ വാട്ടർ കഴിച്ചിട്ടൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ട്. പിന്നെ ഇതുപോലെ ഈ വെള്ളം ഒഴുകി പോയിട്ട് താഴേക്ക് ആൾക്കാർ കുളിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യേണ്ട അങ്ങോട്ട് താഴേക്ക് കരയാൻ ഇത് ഒഴുകുന്നുണ്ട് വെള്ളം. അപ്പോൾ ഇതിൽ കൂടെ പോകുമ്പോൾ മീൻ ചത്തെന്ന് പറയുന്നുണ്ട് ഇതിൽ പോയിപ്പോഴേ. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ തുടങ്ങിയിട്ടൊരു 3 കൊല്ലത്തോളമായി. ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഇപ്പോൾ ഒരു കഴിഞ്ഞ മാസം വന്നു, കഴിഞ്ഞ 10 മാസം വന്നു. അതിൻ്റെ ഞാൻ എല്ലാവരും അറിയിച്ചിട്ട് ഇപ്പോഴാണ് ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ സ്പോട്ടിൽ വന്നേക്കണത്. അത് മെമ്പറോട് പറഞ്ഞു, മെമ്പറായിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആശാ വർക്കർമാർ പറഞ്ഞു, അവരോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വന്ന സ്ഥലത്തൊക്കെ നോക്കി ഇപ്പോൾ ഇന്ന് പോയിട്ടുണ്ട്. എന്തെങ്കിലും നടപടി ഉടനെ എടുക്കണം. ഞാൻ കരിപ്പാല 6ാം വാർഡിലെ മെമ്പറാണ്. മെറ്റി ബിജു എന്നാണ് എൻ്റെ പേര്. ഇത് ചീനി കരിപ്പാല 6 റോഡ്. അതെ. ഷാജി 1/1/2026 കറുട്ടി പഞ്ചായത്തിലേക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനിവിടെ വന്ന് കണ്ടിരുന്നു. 2-3 പ്രാവശ്യം ഇപ്പോൾ ഇങ്ങനെ പത പൊന്തെന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ വന്ന് കണ്ടിരുന്നു. അപ്പോൾ 2 പ്രാവശ്യം പറഞ്ഞു, 3 പ്രാവശ്യം പറഞ്ഞിട്ട് ആരും വന്നില്ല. അപ്പോൾ ഈ തവണ ഇപ്പോൾ ഇന്ന് തന്നെ രാവിലെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഒന്ന് വരാൻ പറഞ്ഞു, മെമ്പർ ഒന്ന് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്ന് കണ്ടപ്പോഴാണ് ഞാൻ രാവിലെ വരുമ്പോൾ ഒരു 25 അടിയോളം പൊക്കത്തിലായിരുന്നു പത ഉണ്ടായിരുന്നത്. അപ്പോൾ തന്നെ ഞാൻ ഹെൽത്തിലേക്ക് ഇൻഫോം ചെയ്തു. അപ്പോൾ അവർ ഇൻസ്പെക്ഷന് പോയേക്കായിരുന്നു. അവരെല്ലാവരും കൂടി വന്ന് ഇപ്പോൾ അവർ കണ്ടു പോയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കമ്പനിയിലേക്ക് എല്ലാവരും കൂടി ഹെൽത്ത് ഇൻസ്പെക്ടറും എല്ലാവരും കൂടി ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അതിനുള്ളൊരു തീരുമാനം നാളെ ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ഷാജാനോടും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നാളെ പഞ്ചായത്തിലെ എന്താണോ തീരുമാനം ആ തീരുമാനമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ചുറിച്ചിൽ, ചുമ, ശ്വാസമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഈ വെള്ളത്തിൻ്റെ ആണോ എന്ന് അവർക്കൊരു സംശയം പറയുന്നുണ്ട്. ഇവിടെ അവസാനിക്കുന്ന സ്ഥലമാണ്. ഇവിടെയാണ് നമ്മൾ പത കാണാൻ സാധിക്കുന്നത്. താഴോട്ട് പോകുമ്പോൾ പത നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ ഇങ്ങനെ കുടിക്കണം തിളപ്പിച്ചാലും. എന്തൊക്കെ ചെയ്യേണ്ടത്? ലൈസൻസ്